ബിയോണ്ട് ദ ഹെഡ്ലൈൻസിലേക്ക് വീണ്ടും സ്വാഗതം. 7 മാസം മുമ്പ് മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ അടഞ്ഞ സംസ്ഥാനത്തെ കോടതികളുടെ വാതിലുകൾ ഇപ്പോഴും അടഞ്ഞു തന്നെ കിടക്കുകയാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും കേരള മുഖ്യമന്ത്രിയും കേരള ഗവർണറുമടക്കം നിരവധി ഉന്നതരായ വ്യക്തിത്വങ്ങൾ പ്രശ്നത്തിൽ ഇടപെട്ടെങ്കിലും നമ്മുടെ കോടതികളിൽ എന്തു നടക്കുന്നു എന്ന് ഇപ്പോഴും പൊതുസമൂഹം അറിയുന്നില്ല. ഈ അവസ്ഥയുടെ ശരികേട് എല്ലാവരും അംഗീകരിക്കുമ്പോൾ തന്നെ അവരിൽ പ്രശ്നം പരിഹരിക്കാൻ അധികാരമുള്ളവർ ഉണ്ടായിരുന്നിട്ടും പ്രശ്നത്തിന് പരിഹാരമാവുന്നില്ല എന്നതാണ് വസ്തുത. No one doubts the media's right to function freely in a democracy. കോടതി തങ്ങളുടെ സ്വകാര്യ സ്വത്താണെന്ന ധാരണ അഭിഭാഷകർക്ക് ഉണ്ടാവാൻ പാടില്ല. കോടതിയിൽ ആര് കയറണം, ആര് കയറണ്ട എന്നൊക്കെ കൽപ്പിക്കാൻ അഭിഭാഷകൻ അധികാരിയല്ല. കോടതി ഈ രാജ്യത്തിൻ്റേതാണ് എന്ന് ഓർമ്മിക്കണം. നമ്മുടെ ഗവർണറും മുഖ്യമന്ത്രിയും മാസങ്ങൾക്ക് മുൻപ് പറഞ്ഞ കാര്യങ്ങളാണ് ഇത്. ഒരു സംസ്ഥാനത്തിന്റെ പരമോന്നത അധികാരികളാണ് ഇവർ. എന്നിട്ടും ഇവർ ആഗ്രഹിച്ചതും പറഞ്ഞതുമായ കാര്യങ്ങൾ നടപ്പാകാത്തത് എന്തുകൊണ്ടായിരിക്കാം? ഇനി പറയുന്നത് പറഞ്ഞു പഴകിയ ഒരു സംഭവ കഥയാണ്. കഥയിൽ കാര്യമേറെയുള്ളതിനാൽ വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നു. 2016 ജൂലൈ മാസത്തിലാണ് ഹൈക്കോടതി വളപ്പിൽ മാധ്യമപ്രവർത്തകരും അഭിഭാഷകരും പരസ്പരം കയ്യേറ്റം നടത്തിയത്. ഇതിന്റെ കാരണങ്ങൾ കേരള സമൂഹത്തിന് മുന്നിൽ നിരവധി തവണ ചർച്ച ചെയ്തതുമാണ്. ഇതിൽ ആര് കുറ്റക്കാരാണെങ്കിലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിന് ആരും എതിര് നിന്നിട്ടുമില്ല. പക്ഷേ ഈ സംഭവത്തെ തുടർന്ന് കയ്യൂക്ക് കാട്ടി ഒരുപറ്റം അഭിഭാഷകർ കോടതി നടപടികൾ റിപ്പോർട്ട് ചെയ്യാനുള്ള മാധ്യമപ്രവർത്തകരുടെ അവകാശം കവർന്നെടുത്തു. കോടതിയിൽ ആരെയും തടയാൻ അഡ്വക്കേറ്റ്സ് അധികാരമില്ല, അവകാശമില്ല. കോടതി നമ്മുടെ നാടിൻ്റെ വകയാണ്, ഭരണഘടനാപരമായ ഒരു സ്ഥാപനമാണ്. ഏത് കോടതിയായാലും, ഹൈക്കോടതിയാണെങ്കിൽ പ്രത്യേകിച്ച്. കാരണം കോൺസ്റ്റിറ്റ്യൂഷണൽ പവേഴ്സുള്ള റിട്ടൻ്റെ അധികാരമൊക്കെയുള്ള സ്ഥാപനമാണ് ഹൈക്കോടതി. പിന്നെ സുപ്രീം കോടതിയെല്ലാം ഉണ്ട്, താഴെയൊന്നും റിട്ടൊന്നുമില്ല. അപ്പോൾ ഒരധികാരമില്ല. അധികാര ദുർവിനിയോഗമാണ്. കോടതി എന്ന് പറഞ്ഞാൽ അവരുടെ മാത്രമാണെന്നൊരു തോന്നൽ അതിനകത്ത് ആർക്കും എല്ലാവർക്കും എല്ലായിരിക്കും. അതിന് ന്യൂക്ലിയസ് വർക്ക് ചെയ്യുന്നുണ്ടാവും. അത് വളരെ തെറ്റായൊരു കാര്യമാണ്. കോടതി പരിസരത്ത് എന്താണ് നടക്കേണ്ടത്, എന്താണ് നടന്നുകൂടാത്തത് എന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശവും അധികാരവും കോടതിക്ക് തന്നെയാണുള്ളത്. കോടതിയുടെ ഭാഗത്ത് നിന്ന് ചില ഇടപെടലുകൾ എല്ലാം ഉണ്ടായി. പക്ഷേ അത് നടപ്പിലാക്കുവാൻ കോടതിക്ക് കഴിയുന്നില്ല. കോടതിക്ക് പുറത്ത് ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്നവരും പല ആളുകളും ഇത് ശരിയല്ല, പത്രങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് കോടതികളിലേക്ക് പ്രവേശനം ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും കോടതികൾക്ക് അല്ലെങ്കിൽ അതിൻ്റെ തലപ്പത്തിരിക്കുന്നവർക്ക് ഈ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ കഴിയാത്തത് അവരുടെ ധാർമ്മിക പരാജയമായിട്ടാണ് ഞാൻ കാണുന്നത്. ഹൈക്കോടതിയിൽ കേസുണ്ട്, സുപ്രീം കോടതിയിൽ കേസുണ്ട്. സുപ്രീം കോടതിയിലെ കേസ് തന്നെ 5ാമത്തെ പ്രാവശ്യമാണ് തിങ്കളാഴ്ച മാറ്റിവെച്ചത്. ഹൈക്കോടതിയിലെ കേസും മാറിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ആ കേസ് കേൾക്കുന്ന ബെഞ്ച് തന്നെ ഇല്ലാതായി. ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതിയിലേക്ക് പോകുന്നു, സീനിയർ ജഡ്ജ് ഛത്തീസ്ഗഡിലേക്ക് പോകുന്നു. അപ്പോൾ ബെഞ്ച് പോയി. ഇനി പുതിയ ബെഞ്ച് വന്ന് എന്ന് ഈ കേസ് കേൾക്കും എന്ന് നമുക്കറിയില്ല. ഇത് ഒരു വാദം കേട്ട് തീർപ്പ് കൽപ്പിക്കേണ്ട വിഷയമേ അല്ല. ദ ഇഷ്യൂ ഈസ് സോ ഫണ്ടമെൻ്റൽ ദാറ്റ് ഇറ്റ് ഈസ് നോൺ നെഗോഷ്യബിൾ. തുറന്ന കോടതികൾ എന്നത് ജനാധിപത്യ സമ്പ്രദായത്തിൻ്റെ ഏറ്റവും മഹത്തായ ഭംഗികളിൽ ഒന്നാണ്.
കോടതി നടപടികളുടെ സുതാര്യത ഉറപ്പുവരുത്തുന്ന കാര്യവുമാണ് ഇത്. ഈ സുതാര്യത അസൗകര്യമാകുന്ന ചിലരെങ്കിലും മാധ്യമപ്രവർത്തകരുടെ സാന്നിധ്യം കോടതി മുറികളിൽ നിന്ന് ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് കഴിഞ്ഞ 7 മാസത്തെ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. അത്യുന്നത അധികാരം കൈയാളുന്നവർ ഇടപെട്ടിട്ടും ഈ പ്രശ്നം പരിഹരിക്കപ്പെടാത്തതിന്റെ പിന്നിലെ താൽപ്പര്യങ്ങൾ ആരുടേതായാലും അത് ജനാധിപത്യ വിരുദ്ധമാണ്. ഭരണഘടനയുടെ വാക്കിനും പൊരുളിനും കാവൽക്കാരാണെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ജുഡീഷ്യറി ഈ ജനാധിപത്യ മൂല്യങ്ങളുടെ കശാപ്പിന് മൗനം കൊണ്ട് അനുവാദം കൊടുക്കുന്നതാണ് കഴിഞ്ഞ 7 മാസമായി കണ്ടുവരുന്നത്. കോടതി മുറികളിൽ മാധ്യമപ്രവർത്തകർക്ക് വിലക്കില്ല എന്ന് നിരന്തരം ഉരുവിടുന്നവർ അത് കേട്ടെത്തുന്ന മാധ്യമപ്രവർത്തകർക്ക് സുരക്ഷിതമായി ജോലി ചെയ്യാനുള്ള സാഹചര്യം സൃഷ്ടിക്കാൻ ചെറുവിരൽ പോലും അനക്കുന്നില്ല. അല്ല, വളരെ ഗൗരവമുള്ളൊരവസ്ഥയാണത്. ഇതിപ്പോൾ 7ാമത്തെ മാസമാണ്. എത്ര രൂക്ഷമായ പ്രതിസന്ധിയും സംഘർഷവും ഉണ്ടായാലും അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകും. ഇത് ഒരിക്കലും പരിഹാരം ഉണ്ടാകരുത് എന്ന് ആരോ ശാഠ്യം പിടിക്കുന്ന ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഉത്തരവാദിത്തമുള്ളവർ, അധികാരമുള്ളവർ അതിൽ ഇടപെടുന്നില്ല. തീർക്കാനായിട്ട് പലരും മധ്യസ്ഥ ശ്രമത്തിൽ തയ്യാറാണെന്ന് മുൻ ജഡ്ജിമാരും പലരും പറഞ്ഞിരുന്നു. പക്ഷേ ഒന്നും കണ്ടില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. ആരുടെ ഭാഗത്തു നിന്നാണ് അതിൻ്റെ ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത്, ആരാണ് അതിൻ്റെ തുടക്കം കുറിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. കേരളത്തിലെ മാധ്യമ സമൂഹവും ജുഡീഷ്യറിയിലെ ഒരു ചെറിയ വിഭാഗവും തമ്മിൽ ഉണ്ടായ ചെറിയ പ്രശ്നം ഇതുവരെ പരിഹരിക്കപ്പെടാതെ കിടക്കുന്നു എന്നുള്ളത്, അതിൻ്റെ ആരാണ് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം നമ്മൾ എത്തിക്കുക. ഈ പ്രശ്നം പരിഹരിക്കണം എന്നാഗ്രഹിക്കുന്നവർ മാധ്യമ സമൂഹവും പൊതുസമൂഹവും ഉണ്ടെങ്കിൽ പോലും പരിഹരിക്കരുത് എന്നാഗ്രഹിക്കുന്ന ഒരു ശക്തമായ വിഭാഗം ജുഡീഷ്യറിയിലുണ്ട് എന്ന നിഗമനത്തിലേക്ക് എത്തിക്കാനാണ് പ്രയത്നിക്കുന്നത്. കേരളത്തിലെ പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ഈ വിഷയത്തിൽ മാധ്യമങ്ങളുടെ ഭാഗത്ത് അവർക്ക് താല്പര്യമുണ്ട് എന്നുള്ളത് അവർ പലതവണ വ്യക്തമായി കഴിഞ്ഞിട്ടുള്ളതാണ്. തടസ്സം നിൽക്കുന്നത് ഏതാനും അഭിഭാഷകരാണ്. ഈ അഭിഭാഷകർ കോടതി പരിസരത്ത് ഗുണ്ടായിസം നടത്തിയ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. കോടതി മുറികളിൽ നടക്കുന്ന കാര്യവിചാരങ്ങൾ ജഡ്ജിമാരും വക്കീലന്മാരും കക്ഷികളും മാത്രം അറിയേണ്ടതല്ല. ഈ നാട്ടിലെ ഓരോ പൗരനും ഇക്കാര്യങ്ങൾ അറിയാനുള്ള അവകാശമുണ്ട്. ഈ അവകാശമാണ് ഈ പ്രശ്നം നീട്ടിക്കൊണ്ടുപോകുന്നതിലൂടെ തൽപര കക്ഷികൾ കവർന്നെടുക്കുന്നത്. ഏതാനും അഭിഭാഷകരുടെ പിടിവാശിക്ക് മുന്നിൽ മുട്ടുമടക്കി കോടതി റിപ്പോർട്ടിങ്ങിന് നിബന്ധനകൾ ചമയ്ക്കുന്ന ജഡ്ജിമാരും ഈ ജനാവകാശം കവർന്നെടുക്കുന്നതിന് കൂട്ടുനിൽക്കുകയാണ്. കഴിഞ്ഞ 7 മാസമായി നമ്മുടെ കോടതികളിൽ കവർന്നെടുക്കപ്പെടുന്നത് ജനങ്ങളുടെ അവകാശമാണ്. ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾക്ക് കാവൽ നിൽക്കേണ്ടവർ കണ്ണടച്ചിരിക്കുകയും കോടതി റിപ്പോർട്ടിങ്ങിന് പുത്തൻ നിബന്ധനകൾ ചമയ്ക്കുകയുമാണ്. അറിയാനുള്ള അവകാശം ഉറപ്പാക്കേണ്ടവർ ആ കൃത്യം നിർവഹിക്കാതിരിക്കുമ്പോൾ ജനാധിപത്യ സംവിധാനത്തിന്റെ തൂണുകൾക്കാണ് ഇളക്കം തട്ടുന്നത്. കോടതി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ നിയമപരം അറിയേണ്ട യാതൊരു ആവശ്യവുമില്ല. വിധി മനസ്സിലാക്കുന്ന കക്ഷികൾക്ക് മനസ്സിലാക്കാമെങ്കിൽ അതിൻ്റെ അതായത് ഗുണഭോക്താക്കളായ കക്ഷികളുടെ വിധി മനസ്സിലാക്കാൻ നിയമം പഠിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അവരെന്തിനാ ഇത് റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകർ നിയമം പഠിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അത് വളരെ ബാലിശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മാധ്യമപ്രവർത്തകരെ കോടതി പരിസരങ്ങളിൽ വരാൻ സമ്മതിക്കാതിരിക്കുകയും കോടതിയിൽ നടക്കുന്ന ജനം അറിയേണ്ട കാര്യം അറിയാതിരിക്കുകയും ചെയ്താൽ കോടതി തന്നെ ജനങ്ങളിൽ ഒറ്റപ്പെടുകയാണ്. അതിന് മാധ്യമങ്ങൾക്കല്ല എന്ന ദോഷം കോടതിക്കാണ്. കോടതി ജനങ്ങളിൽ ഒറ്റപ്പെടും. ഇത് ഭരണഘടനയുടെ ലംഘനമാണ്. ഭരണഘടനയുടെ ലംഘനം എല്ലാ തരങ്ങളിലും ചോദ്യം ചെയ്യേണ്ടുന്ന ആളുകൾ ജുഡീഷ്യറിയിലുള്ള ആളുകളാണെങ്കിൽ പോലും ഭരണഘടനയുടെ ലംഘനത്തിന് അവർ കൂട്ടുനിൽക്കുക മാത്രമല്ല, അവരിൽ പല ആളുകളും അതിൻ്റെ ഇനീഷ്യേറ്റീവ് ആ ലംഘനത്തിന് ഉത്തരവാദികളായി മാറുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സാഹചര്യമാണുള്ളത്. മാധ്യമങ്ങൾക്ക് കോടതികളിൽ പോയി പ്രവർത്തിക്കുവാനുള്ള സാഹചര്യം ഒരുക്കുന്നതിൽ മാത്രമല്ല കോടതികൾ പരാജയപ്പെട്ടിട്ടുള്ളത്. കോടതി പരിസരത്ത് അക്രമം നടത്തിയവരെ, ഗുണ്ടായിസം നടത്തിയവരെ നിലയ്ക്ക് നിർത്തുവാനും കോടതിക്ക് കഴിഞ്ഞിട്ടില്ല. കോടതികളിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ അതിക്രമമുണ്ടായാൽ, അവരെ തടസ്സപ്പെടുത്തിയാൽ കർശനമായ നടപടി ഉണ്ടാകും എന്ന് ജഡ്ജിമാർ പറയണം, ചീഫ് ജസ്റ്റിസ് പറയണം. അന്ന് ഈ പ്രശ്നം തീരും. ഇനി ഒരു പഴയ പരിദേവനം കൂടി കേൾക്കാം.
ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിൽ ഒരുപക്ഷെ നാളെ ഇതിൻ്റെ പടമൊന്നും കണ്ടില്ല എന്നിരിക്കും. പക്ഷേ ഈ പടങ്ങൾ പോകുന്നത് ഹൃദയത്തിലേക്കാണ്. മറ്റതെല്ലാം കണ്ണുകളിലേക്കേ പോയിട്ടുള്ളൂ. ഈ ചിത്രം ഹൃദയത്തിൽ ഒരിക്കലും മായാത്ത ചിത്രമായിട്ട് എന്നും അവശേഷിക്കും. കാരണം ഇത് കാണാതെ പോകുന്നൊരു ചിത്രമാണ്. ഉണങ്ങാത്ത മുറിവ് ഇതാവാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധിയുടെ ആവരണം സ്വയം എടുത്തണിയുന്നത് കൊണ്ട് മാത്രം ആരും വിശുദ്ധരാകുന്നില്ല. പ്രവർത്തനത്തിലൂടെ അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയാണ് വേണ്ടത്. അതുണ്ടാകാതിരിക്കുമ്പോൾ പഴങ്കഥകൾ പാണന് പിന്നെയും പിന്നെയും പാടേണ്ടി വരും. അമ്മയ്ക്ക് ഈ തണുപ്പ് സ്മെല്ല് ശ്വസിക്കുകയുണ്ടായി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആസ്മയുണ്ട്. ഞങ്ങൾ എന്തെങ്കിലും അയാളുടെ അടുത്ത് ചോദിക്കാൻ പോയാൽ ഞങ്ങളെ പലതും പറയും, ഭീഷണിപ്പെടുത്തും. തൃശ്ശൂർ ജില്ലയിലെ കാതികൂടത്തുള്ള നിറ്റ ജലാറ്റിൻ എന്ന കമ്പനി നടത്തുന്ന മലിനീകരണവും അതിനെതിരെയുള്ള സമരവും നേരത്തെ വാർത്തയായിട്ടുണ്ട്. എന്നാൽ കാതികൂടത്ത് നിന്ന് 98 കിലോമീറ്റർ അകലെ പാലക്കാട് ജില്ലയിലെ മുതലമടയ്ക്കടുത്തുള്ള കള്ളിയൻപാറ എന്ന പ്രദേശം നിറ്റ ജലാറ്റിൻ്റെ മലിനീകരണം മൂലം പൊറുതിമുട്ടുകയാണ്. മൃഗങ്ങളുടെ എല്ലുകളും ശരീരാവശിഷ്ടങ്ങളും പൊടിച്ച് ജലാറ്റിൻ നിർമ്മിച്ച ശേഷം ലഭിക്കുന്ന അവശിഷ്ടങ്ങൾ പാലക്കാട് ജില്ലയിലെ മുതലമട പഞ്ചായത്തിലെ കള്ളിയൻപാറ ആദിവാസി കോളനിക്കടുത്താണ് നിക്ഷേപിച്ചത്. ടൺ കണക്കിന് രാസമാലിന്യങ്ങൾ പ്രദേശവാസികളുടെ ജീവിതം ദുരിതമയമാക്കിയിരിക്കുകയാണ്. ഈ രാസമാലിന്യം നീക്കം ചെയ്യണമെന്ന ജില്ലാ ഭരണകൂടത്തിൻ്റെ ഉത്തരവിന് പോലും പുല്ലുവിലയാണ്. മാങ്ങ കൃഷിക്ക് പേരുകേട്ട മുതലമടയിലെ കള്ളിയൻപാറ ആദിവാസി കോളനിക്കടുത്തുള്ള 86 ഏക്കർ സ്ഥലത്താണ് നീറ്റ ജലാറ്റിനിൽ നിന്നുള്ള രാസമാലിന്യം തള്ളിയിട്ടുള്ളത്. 2008 മുതൽ തുടങ്ങിയ ഈ രാസമാലിന്യ നിക്ഷേപം നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്നാണ് അവസാനിപ്പിച്ചത്. നീറ്റ ജലാറ്റിനിൽ നിന്ന് രാസമാലിന്യം നീക്കം ചെയ്യാൻ കരാർ ഏറ്റെടുത്തിട്ടുള്ള വ്യക്തിയുടേതാണ് ഈ സ്ഥലം. മാലിന്യങ്ങൾ തള്ളിയതോടെ ഈ സ്ഥലത്തുകൂടി ഒഴുകിയിരുന്ന ഗായത്രിപ്പുഴയിലേക്കുള്ള ഒരു തോട് അപ്രത്യക്ഷമായി. മെർക്കുറി കലർന്ന രാസമാലിന്യം തൊട്ടടുത്ത ആദിവാസി കോളനിയിലെ കുടിവെള്ളം മലിനമാക്കി. കുട്ടികളുൾപ്പെടെയുള്ളവരിൽ ത്വക്ക് രോഗങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. രൂക്ഷമായ ഗന്ധം മൂലം വൃദ്ധരായ പലർക്കും ശ്വാസകോശ രോഗങ്ങൾ ബാധിച്ചു. ഇത് കാരണം ഈ മാലിന്യം വന്ന് നമ്മുടെ കിണറ്റിൽ അടിഞ്ഞ കാരണം ചൊറിച്ചൽ, അതുപോലെ തന്നെ മാനസികമായിട്ട് പല രോഗങ്ങളും സംഭവിക്കുന്നുണ്ട്. എൻ്റെ അമ്മ കുറേ 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ ശ്വാസം നന്നായി ശ്വസിക്കാൻ ആയത് തുടങ്ങി ആസ്മയുണ്ടായി. നല്ല രീതിയിൽ ആസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ പോണ ആ ഒരു വലിവ്. അമ്മയ്ക്ക് ഈ തണുപ്പ് സ്മെല്ല് ശ്വസിക്കുകയുണ്ടായി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആസ്മയുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ ഏട്ടൻ്റെ മക്കൾക്ക് ചൊറിച്ചൽ, ഇത് ഈ കഴുത്തിൻ്റെ ഭാഗത്ത്, കൈ കാലിലൊക്കെ നല്ല ചൊറിച്ചലുണ്ട്. ഇവിടെ ഞങ്ങൾ ജീവിക്കാൻ തുടങ്ങിയിട്ട്, ഞാൻ തന്നെ ഇവിടെയൊക്കെ വന്ന് ജീവിക്കാൻ തുടങ്ങിയിട്ട് 48 വർഷമായി. വന്ന കാലം മുതലേക്ക് ഈ പുഴയിൽ നിന്ന് ഞങ്ങൾ വെള്ളം എടുത്ത് കുടിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഒരു അസുഖങ്ങളോ ഒരു ശ്വാസം മുട്ടലോ ഒന്നും തന്നെ ഇവിടെ ഉണ്ടായിട്ടില്ല. അത്രയും കോളനി ഇവിടെ ഇത്രയും കുടുംബങ്ങൾ ജീവിച്ചതാണ്. ഒരു അസുഖം പോലും ഞങ്ങൾക്ക് വന്നിട്ടില്ല. എന്ന് ഈ മാലിന്യം ഇവിടെ കൊണ്ട് തള്ളാൻ തുടങ്ങിയോ അന്ന് തുടങ്ങിയിട്ട് ശ്വാസം മുട്ടൽ, കൈകാലുകൾ ചൊറിച്ചൽ, നല്ല വെള്ളം ഞങ്ങൾക്ക് കുടിക്കാനില്ലാതെ ഒരുപാട് ഞങ്ങൾ മുട്ടി. ഞങ്ങൾക്ക് പല അസുഖങ്ങളും വന്നു. ഇവിടെ നിന്നൊക്കെ ഒരു ദിവസം നോക്കിയാൽ അമൃതയിലും ഇവിടുത്തെ ബസ്സുകളിലൊക്കെ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ക്യാൻസറിൻ്റെ ചികിത്സയ്ക്ക് പോകുന്ന ജനങ്ങളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരികയാണ്. ഏത് കാരണത്തിലാണ് ക്യാൻസർ വന്നു എന്ന് കണ്ടുപിടിക്കാൻ പറ്റാതെ ഭരണകൂടം ഇരുട്ടിൽ തപ്പുമ്പോൾ കാര്യമായിട്ടൊരു മനുഷ്യന് ശുദ്ധജലം കുടിക്കാൻ കിട്ടിയില്ലെങ്കിൽ ആ വെള്ളം മാലിന്യമായി കഴിഞ്ഞാൽ, ആ കുടിവെള്ള മാലിന്യത്തിൽ നിന്ന് മാലിന്യവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഇവിടെ രോഗം തീർച്ചയാണ്. ഇവിടുത്തെ ജനങ്ങളൊക്കെ ചത്തൊടുക്കുന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കോളനിയിൽ ജലനിധി പദ്ധതി പ്രകാരം നിർമ്മിച്ച കിണറിലെ ജലം മലിനമായി. വെള്ളം തിളപ്പിച്ചാൽ പാത്രത്തിനിടയിൽ വെളുത്ത പൊടി പോലെ രാസമാലിന്യം അടിഞ്ഞുകൂടുന്നു. ഇത്രയും രൂക്ഷമായ ആരോഗ്യ പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ടാക്കുന്ന ഈ രാസമാലിന്യങ്ങൾ ഇവിടെ നിന്ന് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രക്ഷോഭം തുടർന്നു. എന്നാൽ പ്രക്ഷോഭത്തെ ഭീഷണിയിലൂടെ ഇല്ലാതാക്കാനാണ് കരാറുകാരൻ ശ്രമിച്ചത്. ഇതിൻ്റെ പുറമെ ഇയാൾ ചെയ്തു കൂട്ടിയത് ഞങ്ങൾക്ക് വെളിയിൽ നിന്ന് പുറമെ ആൾക്കാർ സപ്പോർട്ട് നിന്നാൽ, അയൽവാസികൾ സപ്പോർട്ട് നിന്നവരിന് പോലും കേസിൽ കുടുക്കിയിട്ട്
പല രീതിയിലും കേസിൽ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഇപ്പോൾ അവിടെയൊക്കെ കേസൊക്കെ കൊടുത്തു. എറണാകുളത്ത് അവിടെ കേസ് കൊടുത്തിട്ടുണ്ട്. പോലീസിനെ മർദ്ദിച്ചു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുന്നത്. അല്ലാണ്ട് ഇയാളുടെ പേരിൽ ഒരു കേസ് കൊടുത്താൽ അത് ഏൽക്കില്ല എന്നുള്ളതിൽ പോലീസിനെ അവർ തടുത്ത് നിർത്തി ഇവിടുന്ന് അവർ പോകുമ്പോൾ മർദ്ദിച്ചു എന്ന രീതിയിലാണ് അവർ കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുന്നത്. ഞങ്ങൾ എന്തെങ്കിലും അയാളുടെ അടുത്ത് ചോദിക്കാൻ പോയാൽ ഞങ്ങളെ പലതും പറയും, ഭീഷണിപ്പെടുത്തും. ഈ കോളനി മൊത്തം ഇവിടുന്ന് ഇല്ലാണ്ടാക്കുന്ന അയാൾ പറഞ്ഞിരിക്കുന്നു. പലതും പറഞ്ഞ് ഞങ്ങൾ ഭീഷണിപ്പെടുത്തും. ഞങ്ങൾക്ക് രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങി നടക്കാൻ തന്നെ പേടിയാണ്, ഈ കുട്ടികൾക്കും മക്കൾക്കും ഞങ്ങൾക്കൊക്കെ. അയാളൊന്നും ചെയ്യാൻ മടിക്കില്ല. ഈ കോളനിക്കാരെ മാത്രമല്ല, ഗായത്രിപ്പുഴയെയും അതുവഴി ഭാരതപ്പുഴയെ വരെ ഈ മാലിന്യ നിക്ഷേപം മലിനീകരിക്കുന്നുവെന്ന് ജില്ലാ ഭരണകൂടം തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. ഈ നെല്ലിയാമ്പതിയിൽ നിന്ന് മഴ പെയ്ത് കഴിഞ്ഞാൽ വരുന്ന വെള്ളം പലകപ്പാണ്ടി വഴി ഈ ഒരു കൈവഴിയുണ്ട്, തോട്. ഈ തോടിലൂടെയാണ് നേരെ പോകുന്നത്, ഗായത്രി പുഴയിലൂടെ ചെല്ലുകയും ആ ഗായത്രി പുഴയിൽ നിന്ന് അത് ഭാരതപ്പുഴയിലോട്ട് പോവുകയും ചെയ്യുന്ന ഈ വെള്ളം പോകുന്ന ആ തോട് ഈ മാലിന്യം ഇട്ട് ഡംപ് ചെയ്യും. ആ മാലിന്യത്തിന് മുകളിലൂടെയാണ് ഈ വെള്ളം പോകുന്നത്. അതുകൊണ്ട് തന്നെ ഗായത്രിപ്പുഴ വളരെ മാലിന്യീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ മാലിന്യക്കൂമ്പാരം ആദിവാസികളുടെ ജീവിതത്തെയാണ് ദുരിതപൂർണമാക്കുന്നത്. അതിനാലായിരിക്കാം മലിനീകരണ നിയന്ത്രണ ബോർഡും ജില്ലാ ഭരണകൂടവും പഞ്ചായത്ത് ഭരണകൂടവും പോലീസും എല്ലാം ഇവിടെ വെറും കാഴ്ചക്കാരുടെ റോളിലാണ്. മാലിന്യം ഇവിടെ നിക്ഷേപിക്കുന്നതിലൂടെ കമ്പനി ദിനംപ്രതി ലക്ഷങ്ങളുടെ ലാഭമാണ് ഉണ്ടാക്കുന്നത്. നിരന്തര സമരത്തെ തുടർന്ന് കഴിഞ്ഞ നവംബറിൽ പാലക്കാട് സബ് കളക്ടർ കരാറുകാരനായ പാലക്കാട് സ്വദേശി വിനോദിന് നോട്ടീസ് അയച്ചു. പ്രദേശത്ത് തള്ളിയ രാസമാലിന്യം കൊച്ചി അമ്പലമേട്ടിലെ ഫാക്ടറി വളപ്പിൽ പ്രവർത്തിക്കുന്ന കേരള എൻവയോൺമെന്റൽ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിലേക്ക് അയച്ച് സംസ്കരിക്കണമെന്നായിരുന്നു നോട്ടീസിലെ നിർദ്ദേശം. എന്നാൽ ഈ ഉത്തരവ് കൈപ്പറ്റാൻ പോലും കരാറുകാരനായ വിനോദ് തയ്യാറായില്ല. ഇതേ തുടർന്ന് രാസമാലിന്യം സർക്കാർ ചെലവിൽ ഇവിടെ നിന്ന് നീക്കം ചെയ്യണമെന്ന് സബ് കളക്ടർ ചിറ്റൂർ തഹസിൽദാർക്ക് നിർദ്ദേശം നൽകി. നേരത്തെ നൽകിയ നോട്ടീസിൽ കഴിഞ്ഞ ഡിസംബർ 16-ന് മാലിന്യം നീക്കം ചെയ്യണമെന്നായിരുന്നു നിർദ്ദേശിച്ചത്. കരാറുകാരൻ മാലിന്യത്തിന്റെ വലിയ ഭാഗം മണ്ണിട്ട് മൂടി അതിനു മുകളിൽ തേങ്ങയുണക്കാനുള്ള യാർഡ് നിർമ്മിച്ചു. ബാക്കി മാലിന്യം അതേപടി കിടക്കുന്നു. ഇവിടെ ഒരു വലിയ മടയായിരുന്നു, അത് മുഴുവൻ ഇതുകൊണ്ട് കൊട്ടി തൂർത്തിട്ട് അതിന് മുകളിൽ മണ്ണിട്ടുണ്ട്. ഇതിപ്പോൾ സാറുമാരിപ്പോൾ വെളിയിൽ നിന്ന് വന്നുകൊണ്ട് പോയി നോക്കിയാൽ അറിയില്ല. മാലിന്യം ജൈവവളമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് തെങ്ങിൻ തോപ്പിൽ വളമെന്ന വ്യാജേന തള്ളിയിരിക്കുന്നു. മെർക്കുറിയുടെ സാന്നിധ്യമുള്ള ഈ മാലിന്യം വളമായി ഭക്ഷ്യവസ്തുക്കളിൽ ഉപയോഗിക്കരുതെന്ന് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇത് പരിശോധിക്കുവാനും മാലിന്യം പ്രദേശത്ത് നിന്ന് നീക്കം ചെയ്യുവാനും നീറ്റ ജലാറ്റിൻ മലിനീകരണം സംബന്ധിച്ച് പഠനം നടത്തിയ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിനോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ആ ഡിസംബർ 6-ാം തീയതിക്ക് ശേഷം തഹസിൽദാർ ഇടപെട്ടുകൊണ്ട് അതിൻ്റെ ചെലവ് മുഴുവൻ വഹിച്ചുകൊണ്ട് ഇത് എടുത്തു കളയുകയും അതിൻ്റെ സാമ്പത്തിക ചെലവ് വരുന്നത് ഈ ഉടമസ്ഥൻ്റെ കയ്യിൽ നിന്ന് വശത്താക്കുകയും ചെയ്യണം എന്നൊരു ഓർഡർ നിലനിൽക്കെ തന്നെയാണ് ഈ കാണുന്നതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. പൗരസമൂഹവും മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങളും പരിസ്ഥിതി സംഘടനകളും ഏറ്റവും ശക്തമായ ഈ കേരളത്തിലാണ് ഇതെല്ലാം നടക്കുന്നത് എന്നതാണ് വലിയ ദുരന്തം. അച്ഛന് വലിയ ഇൻട്രസ്റ്റാണ് ഈ ചെടി, മീൻ. അപ്പം മുമ്പൊക്കെ വാങ്ങിക്കൊണ്ടുവരും. അങ്ങനെ ആ ഇൻട്രസ്റ്റ് കൂടുതൽ എനിക്കാണ് കിട്ടിയത്. കോഴിക്കോട് പൊറ്റമ്മൽ കാട്ടുകുളങ്ങര ശിവദാസൻ്റെ വീടും പരിസരവും വ്യത്യസ്തമായ കാഴ്ചകളുടെ ഇടമാണ്. ആ കാഴ്ചകളാണ് ഇനി. വീടിന് മുൻവശം നിറയെ ഓർക്കിഡുകളാണ്. വ്യത്യസ്തമായ ഓർക്കിഡുകൾ എവിടെ കണ്ടാലും വീട്ടിലെത്തിക്കും ശിവദാസൻ. അങ്ങനെ 100-ലേറെ ഓർക്കിഡുകൾ ഈ പൂന്തോട്ടത്തിലുണ്ട്. ടൈഗർ ഓർക്കിഡ് ഏറ്റവും. പിന്നെ ഇപ്പോൾ ഉള്ളത് 5-8 പുതിയ വെറൈറ്റി, 5-10 വെറൈറ്റി ഉണ്ട്. ചൈന റോസ്, പിന്നെ റെഡ് ഫാം, എഗ്രോണിമ, അഡീനിയ, നെപ്പന്തീസ്. നെപ്പന്തീസ് പ്രാണിയെ പിടിക്കുന്നതാണ്. ഇതിനു പിന്നാലെയുള്ള നടത്തം ശിവദാസൻ തുടങ്ങിയിട്ട് 18 വർഷത്തിലധികമായി.
അച്ഛന് വലിയ ഇൻട്രസ്റ്റാണ് ഈ ചെടി, മീൻ. പിന്നെ ചെറുപ്പത്തിലൊക്കെ അന്ന് സ്റ്റാളിൽ കുരങ്ങൻ, തത്ത, എല്ലാ കാര്യങ്ങളും ഉണ്ടാവുന്നുണ്ട്. അപ്പം മുമ്പൊക്കെ വാങ്ങിക്കൊണ്ടുവരും. അങ്ങനെ ആ ഇൻട്രസ്റ്റ് കൂടുതൽ എനിക്കാണ് കിട്ടിയത് അച്ഛൻ്റെ. ഒരു 99 മുന്നേറ്റ് തുടങ്ങിയ. ഇതിനു പുറമെ ബോൺസായി ചെടികളുടെയും കള്ളിച്ചെടികളുടെയും നിരവധി ശേഖരവുമുണ്ട് ശിവദാസന്. അലങ്കാര മത്സ്യകൃഷിയാണ് ശിവദാസന് ഇഷ്ടമുള്ള മറ്റൊന്ന്. ഏഞ്ചൽ, ഡിസ്കസ്, ഫെദർ, ഗോൾഡ് ഫിഷ് തുടങ്ങി വിവിധ ഇനം മത്സ്യങ്ങളെയും ഇവിടെ എത്തിയാൽ കാണാം. ഇതിനായി വിവിധ തരം അക്വേറിയങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. മകൻ ഷിബുവാണ് ശിവദാസിന്റെ സഹായി ഇക്കാര്യങ്ങളിലെല്ലാം. ഞായറാഴ്ചകൾ ഫുള്ള് അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. ചെടിയും മീനിൻ്റെയും കൂടെ തന്നെയാണ്. മോൻ്റെ സഹായം ഉള്ളതിനെ കൊണ്ട് ഓനാ മീനിൻ്റെ ഇതിലേക്ക് നോക്കും. അതുതന്നെയാണ് മീനെ ബ്രീഡ് ചെയ്തെങ്കിലും. 99 എനിക്ക് മത്സ്യക്കാരന് ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നത്. പഴയ നാണയങ്ങളുടെയും കറൻസി നോട്ടുകളുടെയും വലിയൊരു ശേഖരവും ശിവദാസന്റെ വീട്ടിലുണ്ട്. വിവിധ രാജ്യങ്ങളിലെ കറൻസികളും ഇന്ത്യയിൽ വിനിമയത്തിലില്ലാത്ത നാണയങ്ങളുമെല്ലാം ഈ ശേഖരത്തിലുണ്ട്. വീടിൽ നിന്ന് ചില്ലറ ഇങ്ങനെ കിട്ടലുണ്ട്. അങ്ങനെ പലതും എടുത്തു വെച്ച് പിന്നെ ഇങ്ങനെ ടി വിയിൽ ഇതൊക്കെ കണ്ട് ഓരോരുത്തർ കണ്ട് അതുമാതിരി ഞാനും ശേഖരിക്കാൻ തുടങ്ങി. അങ്ങനെ നാണയ ശേഖരണം തുടങ്ങി. ഹോട്ടൽ ജോലിക്കിടെയാണ് ഇതിനെല്ലാമുള്ള സമയം ശിവദാസൻ കണ്ടെത്തുന്നത്. ഭാര്യയും മരുമകളുമാണ് പരിപാലനത്തിൽ ശിവദാസനെ സഹായിക്കുന്നത്. അലങ്കാര ചെടി വളർത്തലിലും അലങ്കാര മത്സ്യകൃഷിയിലും നിരവധി പുരസ്കാരങ്ങൾ ശിവദാസനെ തേടിയെത്തിയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ശിവദാസൻ വാണിജ്യാടിസ്ഥാനത്തിലല്ല ചെയ്യുന്നത്. പരിപാലനത്തിനൊപ്പം ഇവയെക്കുറിച്ചുള്ള പഠനവും ശിവദാസൻ നടത്തുന്നു. ഈ ലക്കം ബിയോണ്ട് ദി ഹെഡ്ലൈൻസ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം മീഡിയ 1-ൽ. നന്ദി, നമസ്കാരം.